2882 വോട്ടുകൾക്ക് കൽക്കാജിയിൽ രമേഷ് ബിദൂരി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ ആണ് ഇനി ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത ആം ആദ്മി പാർട്ടി അന്വേഷിക്കുന്നത്. അതിനി സാധ്യമാകുമോ? 1170 വോട്ടുകളാണ് ഇപ്പോൾ പർവേഷ് സാഹിബ് സിംഗിന്റെ ലീഡ്. അടിതെറ്റി പോവുകയാണ് ആം ആദ്മിക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എല്ലാ മുഖങ്ങളും നഷ്ടപ്പെടുകയാണ്. അരവിന്ദ് കെജ്രിവാൾ, അതിഷി മർലേന, മനീഷ് സിസോദിയ ബിജെപിയുടെ ലീഡ് 1000 കടന്നു. ഗ്രേറ്റർ കൈലാഷിലും ബിജെപിയുടെ ലീഡ് 1000 കടന്നു. അവിടെയും 14 റൗണ്ടിൽ 8 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. ബിജെപി എല്ലാ നേതാക്കളും ആപ്പിന്റെ പ്രമുഖരായ ഗോപാൽ റായ് ഒഴികെയുള്ള ആപ്പിന്റെ പ്രമുഖ നേതാക്കൾ എല്ലാം പിറകിലാണ്. സൗരഭ് ഭരദ്വാജ്, സോംനാഥ് ഭാരതി, അതിഷി, മനീഷ് സിസോദിയ, അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ. ശ്രീ ഷൈബു, ഇത് ജനങ്ങൾ നൽകുന്ന ഒരു സിഗ്നൽ കൂടിയാണ്. ആപ്പിനെ സംബന്ധിച്ച് ജനങ്ങളെ വല്ലാതെ ഇപ്പൊ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയില്ലേ, ഞങ്ങളിതാ അഴിമതി വിരുദ്ധ വാചാടോപം ഒക്കെ ഉള്ള ആളുകളാണ്, ഞങ്ങൾ ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ജനങ്ങളങ്ങ് തെരഞ്ഞെടുത്തോളും. ജനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിന്റെ കൂടി ദുരന്ത ഫലമായി ഇതിനെ കാണുമോ? അഭിലാഷ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് നേരിട്ടത് തിരിച്ചടി തന്നെയാണ്. അത് സമ്മതിക്കുന്നു. 10% സീറ്റിൻ വോട്ടിൻ്റെ കുറവ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണുന്നത് ലോക്സഭയിൽ BJPക്ക് കിട്ടുന്ന 15%-ഓളം വോട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വരികയാണ് ചെയ്യുന്നത്. അത് ഇത്തവണ ഉണ്ടായില്ല. ആ വോട്ട് BJPയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇത് വലിയ തിരിച്ചടി തന്നെ, ഒരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ അത് പാലിക്കുകയാണല്ലോ ഒരു ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത്. കഴിഞ്ഞ 5 വർഷം ആം ആദ്മി പാർട്ടി അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ മുഴുവൻ വാഗ്ദാനങ്ങളും പാലിച്ചിട്ടുണ്ട്. എടുത്തു പറയാവുന്നത്, അങ്ങനെ പാലിച്ചിട്ടില്ല എന്ന് പറയാവുന്നത് യമുന നദിയുടെ ശുദ്ധീകരണം മാത്രമാണ്. അതേസമയം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാകുന്നത് അല്ലെങ്കിൽ പരാജയമുണ്ടാകുന്നത് പല ഘടകങ്ങൾ ചേർന്നിട്ടാണ്. BJP കഴിഞ്ഞ 2 വർഷമായി BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം 2 വർഷം മുന്നേ തുടങ്ങിയതാണ്. അത് EDയും CBIയും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. അതുവഴി തീർച്ചയായും ഡൽഹിയിലെ മധ്യവർഗ വോട്ടർമാരെ സ്വാധീനിക്കാൻ, അവരെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ കേസിൽ വിചാരണ തുടങ്ങിയിട്ട് പോലുമില്ല. വിചാരണ പൂർത്തിയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. ഇനിയും വിചാരണ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുൾപ്പെടെയുള്ള ഈ പറയുന്ന BJPയുടെ കുറേ കള്ളപ്രചരണങ്ങളുണ്ടായി. ഈ മദ്യനയ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അവിടുത്തെ മധ്യവർഗ വോട്ടർമാരെയാണ് കൂടുതലായി കൺവിൻസ് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ എങ്കിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയുകയാണ്, അതായത് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. BJPയുടെ പ്രചരണങ്ങളിൽ കൺവിൻസ്ഡ് ആയതാണ് എങ്കിൽ കൂടി ആ തിരിച്ചടി ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ 3 മണ്ഡലങ്ങളിൽ ഇപ്പോഴും ആം ആദ്മി സ്ഥാനാർത്ഥികൾക്ക് വലിയ ഭീഷണി വരുന്നുണ്ട്. മോഡൽ ടൗണിലും സദാർ ബസാറിലുമാണ് 582ഉം 805 വോട്ടുകളുമാണ്. അതിനപ്പുറത്തുള്ള ഭീഷണി എന്ന് പറയുന്നത് സംഘവിധാനാണ്. 56 വോട്ടുകളുടെ മാത്രം മാർജിൻ ആണ് അവിടെ ആപ്പിന്റെ സ്ഥാനാർത്ഥിക്കുള്ളത്. 50 തൊടാം, ഏറ്റവും ചുരുങ്ങിയ 49 എന്തെങ്കിലും വിചാരിക്കേണ്ടി വോട്ട്. 506 വോട്ടിന്റെ മാത്രം വ്യത്യാസം. 56 വോട്ട്. സംഘം വിഹാറിൽ 56 വോട്ടിന്റെ വ്യത്യാസം. പാർട്ടിയെ സംബന്ധിച്ച് 2 മണ്ഡലങ്ങളിലും 4 മണ്ഡലങ്ങളിൽ വോട്ടുകൾ നോക്കിയാൽ 4 മണ്ഡലങ്ങളിൽ മാറി